കൂട്ടിപ്പോയിട്ട് അവന്റെ ഗോത്രത്തിലുള്ള എല്ലാവരും കണ്ണുകുത്തിപ്പൊട്ടിക്കും. യുദ്ധമാണ്. പിന്നെ പണ്ട് കാലത്ത് ഓരോ മനുഷ്യരും ഓരോ ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്നത്. നമ്മളിപ്പോ മണിപ്പൂരിൽ കണ്ടില്ലേ, മെയ്തേ, കുക്കി, അങ്ങനെ ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്ന എല്ലാവരും. ആ ഗോത്രങ്ങളിലുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബൈബിളിൽ കാണുന്നില്ല 12 ഗോത്രങ്ങളാണ് യാക്കോബിന്റെ മക്കള്. അപ്പൊ ഇതിലേത് ശരി നിറഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ ശരികളുള്ള കാലഘട്ടത്തിലാണ് ദൈവം മോശയോട് പറയുന്നത്, കണ്ണിന് പകരം കണ്ണ്, ഒരു കണ്ണിന് പകരം മറ്റേ കണ്ണ്, പല്ലിന് പകരം പല്ല്. യഥാർത്ഥത്തിൽ അത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണോ? യഥാർത്ഥ സത്യമാണോ? അല്ല. കാരണം എന്താ? എനിക്ക് 2 മക്കളുണ്ട്. ഒരുവൻ അപരന്റെ കണ്ണുകുത്തി പൊട്ടിച്ചു. അപ്പൊ ഞാൻ പറയുമോ മറ്റൊന്നും കണ്ണുകുത്തി പൊട്ടിക്കാൻ? പറയുമോ? അപ്പൊ എന്റെ 2 മക്കളും കണ്ണുപൊട്ടന്മാരായി നടത്തും. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് പറയും? ഇരയോട് ഞാൻ പറയും, കണ്ണു പോയവരോട് ഞാൻ പറയും, നീ ചേട്ടനോട് ക്ഷമിക്കടാ, അല്ലാതെ വേറെ മാർഗമില്ല, നീ ക്ഷമിക്കേ. ചേട്ടനോട് ഞാൻ എന്ത് പറയും? അനിയന്റെ കണ്ണായിട്ട് നീ ഇനി ജീവിതത്തിൽ ജീവിച്ചോളണം. അവന് കണ്ണില്ല, അവന്റെ കണ്ണായി നീ മാറണം. അതാണ് ദൈവത്തിന്റെ മുമ്പിലെ സത്യം. ഹല്ലേലൂയ. ഇത് മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റില്ല. ഈ കാര്യം മനുഷ്യന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ മനുഷ്യന്റെ കണ്ണിലൂടെ ദൈവത്തെ കാണുന്നത്. ദൈവം ദൈവത്തിന്റെ കണ്ണിലൂടെ മനുഷ്യനെ കാണുന്നത്. എപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ കണ്ണിലൂടെ മനുഷ്യനെ കണ്ടു പ്രസംഗിക്കാൻ ആരംഭിച്ചോ, അപ്പോഴാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അതാണ് സുവിശേഷം. ദൈവത്തിന്റെ കണ്ണിലൂടെ മനുഷ്യനെ കാണുന്നതിന് പറയുന്ന പേരാണ് സുവിശേഷം. യേശു അതാ പറഞ്ഞത്. അതുവരെയും സുവിശേഷമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി പറയുന്ന പ്രസംഗങ്ങളൊന്നും സുവിശേഷ പ്രസംഗങ്ങളല്ല. സുവിശേഷ പ്രസംഗമാകണമെങ്കിൽ ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ വരണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഓരോ വിഷയത്തിനും ഇതുപോലെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാൻ പോവുകയാണ്. ഈശോ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിയമങ്ങളെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കാൻ. എന്തൊക്കെ നിയമങ്ങൾ? ഒരു ഉദാഹരണം തന്നെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, വേണ്ടയോ? ദൈവത്തിന്റെ കൽപ്പനയാ. അപ്പൊ അതിന് യഹൂദന്മാര് നിയമം ഉണ്ടാക്കി. അപ്പനും അമ്മേനെയും ബഹുമാനിക്കണം, അവരെ വയസ്സാം കാലത്ത് നോക്കണം. അപ്പോൾ അതിന് മറ്റൊരു നിയമം ഉണ്ടാക്കി. 2 മക്കളുണ്ട്. മൂത്തവനാണ് യഹൂദ നിയമപ്രകാരം അപ്പനമ്മേനെ നോക്കുക, സ്വത്ത് മുഴുവൻ അവനും കിട്ടും. താഴെയുള്ള മകൻ അപ്പനമ്മേനെ നോക്കാൻ പറ്റില്ല, അപ്പൊ ഈ അനുഗ്രഹം കിട്ടില്ല. അപ്പൊ അവൻ ദേവാലയത്തിൽ എന്ന് പറഞ്ഞു, എനിക്ക് അനുഗ്രഹം വേണം, എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്തോ, അവരെ നോക്കാനുള്ള ഒരു പൈസ കുർബാനായി വഴിപാടായി പള്ളിയിൽ നിക്ഷേപിച്ചോ, ജെറുസലേം ദേവാലയം നിക്ഷേപിച്ചോളൂ. അപ്പൊ നിനക്ക് അപ്പനും അമ്മയെ നോക്കിയാൽ പുണ്യം കിട്ടിക്കൊള്ളുന്നു. ആ പണം ഉപയോഗിച്ച് വയസ്സായവർക്ക് പൈസ നോക്കും ചെയ്യാം. അങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞു, എനിക്കെന്റെ അപ്പനും അമ്മേനെ നോക്കാൻ പറ്റില്ലാന്നേ, ഞാൻ എന്താ ചെയ്യാ? എനിക്ക് ആ പുണ്യം വേണമെന്നാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പള്ളിയിൽ എതിര് പറഞ്ഞു, കുർബാൻ കുറച്ച് വഴിപാട് അപ്പനും അമ്മേനെ നോക്കാനുള്ള പൈസ തരാം, കൊടുത്ത്. അപ്പൊ എനിക്ക് ആ പുണ്യം കിട്ടി, അപ്പനും അമ്മേനെ നോക്കും വേണ്ട. എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോ കർത്താവ് പറഞ്ഞു, ഇത് മോശം പറഞ്ഞിട്ടുണ്ടോ? ഇത് മോശം പറഞ്ഞിട്ടുണ്ടോ? മത്തായി 15-ാം അധ്യായത്തില് യേശു നിശിതമായി അവരോട് പറഞ്ഞു, അപ്പനും അമ്മനെ നോക്കാതെ കുർബാൻ വഴിപാടായി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനക്കെതിരെ തെറ്റ് ചെയ്യുന്നു. ഇത് നമ്മളും ചെയ്യുന്നുണ്ടെന്നേ. അപ്പനും അമ്മയും 2 മക്കള്, നമ്മൾ എന്ത് ചെയ്യും? സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ 3 ആക്കും. അപ്പനും അമ്മയ്ക്ക് ഒരു ഭാഗം, മൂത്ത മോനൊരു ഭാഗം, താഴെ മോനൊരു ഭാഗം. ഈ 2 മക്കളിൽ ആരാണ് അപ്പനും അമ്മേനെയും നോക്കണത്, അവർക്ക് അപ്പൻ്റെ അമ്മയുടെയും ഭാഗം. മൂത്ത മകനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇളയ മകനെ ഏൽപ്പിച്ചു കൊടുത്തു, ഇളയ മകൻ അപ്പനും അമ്മേനെയും നോക്കാൻ. അപ്പൊ ആ ഭാഗം അവന് കിട്ടും. അവൻ അപ്പനും അമ്മേനെ നോക്കി. മൂത്ത മകൻ രക്ഷപ്പെട്ടു, പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മൂത്ത മകനോട് ചോദിക്കാണ്, നിന്റെ അപ്പനും അമ്മേനെയും നോക്കണ്ടേ? വേണ്ട, സ്ഥലവും പങ്കും വെച്ചു കൊടുത്തിട്ടുണ്ട്, അനിയൻ നോക്കിക്കോളും. പിന്നെ അടുത്ത ചോദ്യം വരിക, അനിയൻ അപ്പനും അമ്മേനും മര്യാദയ്ക്ക് നോക്കുന്നില്ല, മൂത്തവൻ നോക്കണ്ടേ? ഞാനെന്തിനു നോക്കണം? അനിയനെ ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ? ആരെ നിയമം ഉണ്ടാക്കി?
ഇന്ന് പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും അപ്പനും അമ്മയും വഴിയാകാനാവാനൊരു കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യേശു ക്രിസ്തു അൾട്ടിമേറ്റ് ട്രൂത്ത് പറഞ്ഞു. അപ്പനും അമ്മയെ നോക്കുന്നതിന് ഒരാൾക്കൊഴികളുമില്ല. സഹോദരനെ വെറുക്കുന്നെങ്കിൽ നീ കൊലപാതകയാണ്. കാരണം എന്താ? ആ സഹോദരൻ കർത്താവിന്റെ മകനാന്നേ, കർത്താവിന്റെ കണ്ണിലൂടെ നോക്കണത്. അവനും ദൈവത്തിന്റെ മകനാ. അവനെ വെറുത്തിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റുമോ? സ്വർഗത്തിൽ പോയിരിക്കുന്ന എന്റെ ശത്രുവിനെ വെറുത്തിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഹല്ലേലൂയ. അൾട്ടിമേറ്റ് ട്രൂത്ത്. വിവാഹം കഴിഞ്ഞാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്. പിന്നെ ഡിവോഴ്സ് ഉണ്ടോ? കർത്താവ് പറഞ്ഞു അവർ ഒറ്റ ശരീരമാണ്. അതുകൊണ്ട് ബഹുഭാരിത്വമില്ല. ഒരു പുരുഷനൊരു സ്ത്രീയേ ഉള്ളൂ. കാരണം ആദ്യത്തിനൊരു ഹവ്വയേ ഉള്ളൂ. ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തി എഴുതി വെച്ചു, ഒരു പുരുഷന് ഒരു സ്ത്രീയേ ഉള്ളൂ, യേശു ക്രിസ്തു. ആണ് യേശു ക്രിസ്തു ചെയ്ത കാര്യം. മറ്റേതെങ്കിലും മതങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പുരുഷന് ഒരു സ്ത്രീ മതിയെന്ന് ഏതെങ്കിലും മതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയില്ല. എന്താ കാരണം? ഇത് അൾട്ടിമേറ്റ് ട്രൂത്താണ്. മനുഷ്യ നിയമം ഉണ്ടാക്കുമ്പോൾ മനുഷ്യന് ഇഷ്ടത്തിനനുസരിച്ച് നിയമം ഉണ്ടാകും. ദൈവ നിയമം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം പറയാ. ഒരു പുരുഷന് സ്ത്രീ മതി, അതോ സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നായി തീരണം. ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, യഥാസത്യം. ആരോടെ ഈ പറഞ്ഞതറിയോ? ബഹുഭാരിത്വമുള്ള യഹൂദരെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു അന്ന് ആ വാക്ക് പറഞ്ഞത്. ആദിയിൽ ഒരു പുരുഷനും സ്ത്രീയേ ഉള്ളൂ, അവർ ഒറ്റ ശരീരമായി തീരും, ഇരുവരും ഒറ്റ ശരീരമായി തീരുന്നു. ഉടനെ ശിഷ്യന്മാരും ഇങ്ങനെ കാര്യം നടക്കാൻ പറഞ്ഞ കാര്യമാണോ ഈ പറയുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈശോ എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവർക്ക് സാധിക്കും, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് സാധിക്കും. ഇത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അറിയാമോ? ഒരു സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായി വിവാഹത്തിൽ ജീവിച്ച് കാണിക്കുമ്പോൾ ബഹുഭാരിത്വം അനുവദിക്കപ്പെട്ട ഹിന്ദുവായാലും മുസ്ലിം ആയാലും അവരെ കണ്ടുകൊണ്ട് ഇതാണ് ശരിയെന്ന് അവരുടെ മനസാക്ഷിയിൽ ദൈവം എഴുതിയിരിക്കുന്ന യഥാർത്ഥ സത്യം പറയാൻ തുടങ്ങും. അപ്പൊ അവരും എന്ത് ചെയ്യും? ഒരു പുരുഷനും സ്ത്രീയും മതി എന്ന് പറഞ്ഞ് പിൻവലിക്കും. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരു പുരുഷനും സ്ത്രീ മതി എന്ന് പറഞ്ഞ് നിൽക്കണത്. ഞാൻ ക്രിസ്തു മതം സ്ഥാപിച്ചിരിക്കുന്നത് ദൈവരാജ്യം. സതി നിർത്തലാക്കിയതും ഇങ്ങനെ തന്നെ, ജാതി വ്യവസ്ഥ കേരളത്തിൽ നിന്ന് ഇല്ലാതായതും ഇങ്ങനെ തന്നെയാ. ദൈവരാജ്യം കടന്നു വരുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറുന്ന സ്ഥലമാണ് ദൈവരാജ്യം. സ്വർഗം അങ്ങനെയാണ്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം അങ്ങനെ ആകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ദൈവരാജ്യത്തിന് എപ്പോഴാണ് വിട്ടുപോകുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാതെ ആയാൽ അപ്പോൾ വിട്ടുപോവുകയാണ്. പിന്നീട് ഈ ഭൂമിയിലെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ദൈവരാജ്യം സ്ഥാപിക്കാനല്ല, സ്വന്തം രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം രാജ്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക നിയമമുണ്ട്. ആ നിയമം ഉള്ളത് കൊണ്ട് ആ നിയമം കണ്ടെത്തുവാനായി ഒരു ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ആ നിയമത്തെ പറയുന്ന പേരാണ് ധാർമ്മികത. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഓരോ റോബോട്ടുകൾ നിർമ്മിക്കുക. ഈ റോബോട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഈ റോബോട്ടുകൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ പോലെ സ്വയമേവ തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനുള്ള ശക്തി റോബോട്ടിന് കിട്ടും. മനസ്സിലായോ? അത് റോബോട്ടിന്റെ പ്രത്യേകത. അങ്ങനെ മനുഷ്യന്റെ പോലെ സ്വയം ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് റോബോട്ടുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ആലോചിച്ച് നോക്കി അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യൻ റോബോട്ടിനെ സൃഷ്ടിച്ചു. മനുഷ്യന് ഫ്രീ വില്ല് കിട്ടിയതുപോലെ ഇതങ്ങി റോബോട്ടുകൾക്ക് ഫ്രീ വില്ല് കിട്ടാൻ പോവുക. റോബോട്ടുകൾക്ക് സ്വന്തമായി നമ്മൾ എന്ത് വിഷയം വെച്ചു കൊടുത്താലും ശരിയേത് തെറ്റേത് തിരിച്ചറിയുവാനും അവർക്കത് അനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ കാര്യം കൊടുത്താൽ മതി, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റോബോട്ട് ചെയ്തുകൊണ്ട് വരും. അപ്പൊ ഇതിനൊരു പ്രശ്നം എന്താ? പ്രശ്നം ഇതാണ്, നമ്മുടെ ഉള്ളിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു ദൈവിക സത്യം ഉള്ളിലുണ്ട്. ദൈവം ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഒരു ദൈവിക നിയമം. പക്ഷേ ആ നിയമം ആരുടെ ഉള്ളിലില്ല? ഈ റോബോട്ടിന്റെ ഉള്ളിലില്ല. അപ്പൊ റോബോട്ടുകൾ ഈ ഫ്രീ വിൽ ഉപയോഗിച്ചിട്ട് ഒരിക്കൽ ചിന്തിക്കുകയാണ്, ഈ മനുഷ്യനെ എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ എന്ന് റോബോട്ട് ഒരിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ റോബോട്ട് എന്ത് ചെയ്യും? മനുഷ്യനെ നശിപ്പിക്കും. അത് ലോകം നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യന്ത്രങ്ങളെ കണ്ടെടുത്തിയപ്പോൾ വളരെ ശാസ്ത്രജ്ഞന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് ചിന്തിക്കുകയും ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സമ്മേളനത്തിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതിനെ നിയന്ത്രിക്കണം, ഇത് പറ്റില്ല. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ധാർമ്മികതയുണ്ട്, റോബോട്ടിന്റെ ഉള്ളില് അതില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും റോബോട്ടുകള്? ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുകയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്യും. അവർക്ക് നന്മയേത് തിന്മയേതെന്ന് അവരുടെ ഉള്ളിലില്ല, ഒട്ടുമില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഉള്ളില് നന്മയേത് തിന്മയേതെന്ന് ആരും പറയാതെ ബൈബിൾ പറഞ്ഞത് കൊണ്ടാണോ നന്മയുണ്ടായത്? ആണോ? ഞാന് യുക്തിവാദികളായിട്ട് ഡിബേറ്റ് നടത്തി ക്ലബ് ഹൗസിൽ. ആ ഡിബേറ്റ് വിഷയം ഇതാണ്, ധാർമ്മികത ദൈവത്തിൽ നിന്നാണ്. ഇതാണ് വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു ധാർമ്മികത ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ എന്റെ എതിർ സംവാദകൻ പറഞ്ഞു അല്ല, ധാർമ്മികത ദൈവത്തിൽ നിന്നല്ല. അപ്പൊ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ടാണോ നന്മ എന്നും തിന്മയെന്നും നിങ്ങൾ തീരുമാനിക്കുന്നത്? ചോദ്യം. നമുക്കൊരു നന്മയുണ്ടല്ലോ, ഒരു പുരുഷന് ഒരു സ്ത്രീ മതി വിവാഹത്തിൽ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് കൊണ്ടാണോ അത് ശരിയാകുന്നത്, അതോ യേശുക്രിസ്തു പറഞ്ഞില്ലെങ്കിലും അത് ശരിയാകുമോ? ഇതാണ് ചോദ്യം. അതിന്റെ അളവുകോൽ എന്താ? ധാർമ്മികതയുടെ അളവുകോൽ എന്താ? യേശുക്രിസ്തു പറഞ്ഞത് കൊണ്ടാണോ അത് ശരിയാകുന്നത്, യേശുക്രിസ്തു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകുമോ? അത് ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുക വലിക്കരുത് എന്ന് യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പുക വലിക്കരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട് പാപമായി? അത് ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമായതുകൊണ്ട് പാപമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വീയർത്തി ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് കൊണ്ടോ ആണോ ഈ പാപമായി മാറുന്നത്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് 10 കൽപ്പനയുണ്ട്. ദൈവം 10 കൽപ്പന തന്നത് കൊണ്ടാണോ അതനുസരിക്കാതിരുന്ന പാപമാകുന്നത്? അത് 10 കൽപ്പന തരാതിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു, പാപം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിലെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവൻ എന്റെ ഹൃദയ ഫലകത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ധാർമ്മികത. ആ നിയമങ്ങൾ ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പാപം ചെയ്ത് ഏതെന്തോട്ടെന്ന് പുറത്തായ മനുഷ്യനെ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്താ കണ്ടെത്താൻ സാധിക്കാത്തതിന് കാരണം? അതിന് കാരണം ഇതാണ്, ആ ഒരു വിഷയത്തിന് അനുബന്ധമായ ഒരു അനുഭവം, ജീവിത അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. കൊല്ലരുത്, പാപമാണോ? പാപമാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല, ശരിയല്ലേ? അതെ. ഇനി അടുത്ത ചോദ്യം,
ഗോവിന്ദചാമിയെ കൊല്ലണോ വേണ്ടയോ? അടുത്ത ചോദ്യം. സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ ഒറ്റയ്ക്ക് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറി ആ വ്യക്തി സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കിടുകയും അവിടെ വെച്ച് റെയിൽവേ ട്രാക്കിൽ വെച്ച് റേപ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്ത ഗോവിന്ദചാമി എന്ന വ്യക്തിയെ കൊല്ലുക കൊല്ലുക എന്ന് നിലവിളിച്ചവരിൽ നമ്മളും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചോദ്യം ഇതാണ്, കൊല്ലരുത് എന്ന പ്രമാണം എത്രത്തോളം ശരിയാകും? എന്റെ മനസാക്ഷിയുടെ അടിത്തറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ധാർമ്മികതയിൽ കൊല്ലരുത്. പക്ഷെ ഇങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ അവനെ കൊല്ലണം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവരാജ്യമില്ല. അതാണ് കാരണം. എന്റെ നിയമങ്ങളെ സ്വാധീനിക്കുന്ന മറ്റു നിയമങ്ങൾ കയറി വന്നിട്ടുണ്ട്. ജീവിതാനുഭവത്തിന്റെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൊല്ലരുതെന്ന് പ്രമാണം അതിൽ തന്നെ ശരിയാണ്. അപ്പൊ മനസാക്ഷിയുടെ ഉള്ളിലുണ്ട് എന്ത്? കൊല്ലരുത്, ആരെയായാലും കൊല്ലാൻ പാടില്ല. ഇത് നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവം. നമ്മുടെ ജീവിതാനുഭവം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം മാറ്റും, പ്ലേറ്റ് മാറ്റും. ഇങ്ങനെ കൊല്ലാം. ഡിവോഴ്സ് ചെയ്യരുത്, ദൈവത്തിന്റെ നിയമമാണ്. പക്ഷെ ചില സന്ദർഭങ്ങൾ നമ്മൾ എന്ത് പറയും? ഉപേക്ഷിച്ചിട്ട് പൊക്കാതെ നല്ലത്. എന്താ കാരണം? നമുക്കതിലേക്ക് വളരാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഈ നിയമങ്ങൾ നമ്മുടെ ഹൃദയഫലങ്ങളിൽ ആരെഴുതിയിട്ടുണ്ട്? ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തുവാനായിട്ട് മനുഷ്യർക്ക് ആർക്കും സാധിക്കുന്നില്ല. മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും കൊല്ലണമെന്നും എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം ആരിത് ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കും? ദൈവത്തിന് മാത്രമേ പറ്റൂ. അത് ദൈവിക നിയമം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്തേ പറയാൻ പറ്റുള്ളൂ? അൾട്ടിമേറ്റ് ട്രൂത്ത്, യഥാർത്ഥ സത്യം പറയാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു അതേ പറയൂ. യേശു ക്രിസ്തു വെള്ളം ചേർത്ത് പറയില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ നിയമം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏദൻ തോട്ടത്തിലെ നിയമമേ യേശു ക്രിസ്തു പറയുള്ളൂ. മനസ്സിലായോ വ്യത്യാസം? അപ്പൊ ഇതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മെ കൊണ്ട് ജീവിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ലെന്ന് നമ്മൾ പറയും. പറ്റുമെന്ന് യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്നു. അതാ പ്രത്യേകത. മനുഷ്യനെ കൊണ്ട് ഈ നിയമങ്ങൾ പാലിക്കാൻ പറ്റുമെന്ന് ആര് കാണിച്ചു തന്നു? യേശു ക്രിസ്തു കാണിച്ചു തന്നു. കാണിച്ചു തന്നതിന് ശേഷമാണ് യേശു ക്രിസ്തു പറയുന്നത്, ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം, ഇതാണ് ശരിയായ സത്യം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിലൊക്കെ വെള്ളം ചേർത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് കാണുന്ന സകല നിയമനിർമ്മാണങ്ങളും പാർലമെന്റിലായിക്കോളട്ടെ, നിയമസഭയിലായിക്കോളട്ടെ, സകല നിയമനിർമ്മാണങ്ങളും യേശു ക്രിസ്തു പറഞ്ഞ യഥാർത്ഥ സത്യത്തിലേക്ക് മനുഷ്യന് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് എഴുതിയുണ്ടാക്കുന്ന നിയമങ്ങളാണ്. പറഞ്ഞ പൊരുൾ മനസ്സിലായോ? അപ്പോൾ വിവാഹമോചനം ചെയ്യാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ സത്യം വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്നാണ്. മനുഷ്യനെ കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞതിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ നിയമം നിർമ്മിച്ചിരിക്കുന്നു, ഇന്ന കാരണം കൊണ്ട് വിവാഹമോചനം ചെയ്യാം. അതാണ് വ്യത്യാസം. ഹോമോസെക്ഷുവാലിറ്റി, ആണുമാണ് വിവാഹം കഴിക്കാമോ, പെണ്ണും വിവാഹം കഴിക്കാമോ? യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, നോ. അതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, യഥാർത്ഥ സത്യം. ആ നിയമത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല ചെല്ലാൻ. അതുകൊണ്ട് മനുഷ്യനൊരു നിയമം ഉണ്ടാക്കി തീർക്കുന്നു. അബോർഷൻ, യേശു ക്രിസ്തുവിനൊരു നിയമമുണ്ട്, നോ. മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? 5 മാസം വരെ 3 മാസം വരെ ഉള്ള ഭ്രൂണത നശിപ്പിക്കാമെന്ന് നിയമം ഉണ്ടാക്കുന്നു. അപ്പൊ നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ
ദൈവരാജ്യം നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരുടെ കടമയാണ്? ആരുടെ കടമയാണ്? ക്രിസ്ത്യാനിയുടെ കടമയാ. ഒരു ഹിന്ദുവിനോ ഒരു മുസ്ലിമിനോ ഒരു ബുദ്ധമതക്കാരനോ മറ്റേതു മതക്കാരനോ ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് അറിയില്ല. ഒരു നിരീശ്വരവാദിക്കും അറിയില്ല. നിരീശ്വരവാദികൾ ധാർമ്മികത എന്ന് പറയുന്ന ഡിബേറ്റിൽ വന്നപ്പോൾ അവർ പറയുന്നത് 10 പേര് ഒരുമിച്ച് ചിന്തിക്കുക, ഇന്നതാണ് ധാർമ്മികത എന്ന് പറയുക, അത് തീരുമാനിക്കുക, നടപ്പിലാക്കുക. എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും? അങ്ങനെ നടപ്പിലാക്കിയതിന്റെ ഗുണമാണ് ഉത്തര കൊറിയയില് ഭരണം, ചൈനയില് ഭരണം. അവര് തീരുമാനിക്കുകയാണ് ധാർമ്മികത ഇന്നതാണെന്ന്. അതൊരിക്കലും അതിന്റെ പൂർണ്ണതയിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മളിവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ ധാർമ്മികത ഇന്ന നിയമങ്ങളാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയാണോ അല്ലയോ? പൂർണ്ണതയല്ല. അപ്പൊ ഇതാണ് ഒരു ക്രിസ്ത്യാനി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകേണ്ട ആവശ്യം. നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വിശുദ്ധനായിട്ട് കൈകൂപ്പി ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി, നമ്മുടെ വിശുദ്ധി സ്വന്തം വിശുദ്ധി നടന്നാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ദൈവരാജ്യത്തിന് വിരുദ്ധനാണ്. കാരണം യേശുക്രിസ്തു എന്താ ആഗ്രഹിച്ചത്? ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഉപമകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം കട്ടുകുമണിക്ക് തുല്യം. സഭയാണ് കട്ടുകുമണി. അത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മരമായി ചെടിയായി മരമായി പന്തലിച്ച് ലോകത്തിലെ സകല കിളികളും അതിൽ കൂട് കൂട്ടണം. അവിടെ ദൈവരാജ്യം പൂർണ്ണതയിലേക്ക് വരുന്നത്. ലോകത്തിന്റെ പ്രകാശമാണ് നാം ഓരോരുത്തരും. നമ്മൾ വിളക്ക് കൊളുത്തി പീഠത്തിന് മീതെ വെക്കണം, താഴെ വെച്ചിരുന്നാൽ പോരാ. ഇതാണ് ക്രിസ്ത്യാനിക്കുള്ള ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയമായൊരു വേറെ ലോകത്തിന്റെ വിഷയമല്ല പറയുന്നത്. ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ് ദൈവരാജ്യം. കാരണം ഉണ്ടല്ലോ, മറ്റു മതക്കാർക്ക് അറിഞ്ഞുകൂടാ എന്താണ് സത്യം. അതറിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? 2-4 വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, മറ്റു പല ജാതി വ്യവസ്ഥ നടപ്പിലാക്കുന്നു. അവർക്ക് അറിഞ്ഞുകൂടാ. അവരോട് ആര് പറയണം ഇത് തെറ്റാണ്, ജാതി വ്യവസ്ഥ തെറ്റാണ്, സ്ത്രീയും പുരുഷനും തുല്യനാണ്, ജാതിയ മതമില്ല, സകല മനുഷ്യനും ദൈവത്തിന്റെ തുല്യനാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനിയുടേതാണ്. കാരണം അവന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ മിഷണറിമാർ 100 കൊല്ലം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും തുല്യരാണെന്ന് പറയുന്നതിന് കാരണം. ഇല്ലെങ്കിൽ സംഭവിക്കില്ല. അങ്ങനെ മിഷണറിമാർ സതി സമ്പ്രദായം തെറ്റാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്നും ഹിന്ദുക്കളായ മക്കൾ സതി സമ്പ്രദായം തെറ്റാന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ ആ കാലഘട്ടത്തിലെ പോലെ ഇന്നും ജീവിക്കുമായിരുന്നു. 100 കൊല്ലം മുമ്പ് എത്രയോ ആഴത്തിൽ ജാതി വ്യവസ്ഥ കേരളത്തിലെ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇന്നൊരു വ്യക്തിയോട് ചോദിച്ചു നോക്കൂ, ബ്രാഹ്മണനും താഴെയുള്ള കീഴാളവരങ്ങളും തുല്യരാണല്ലയോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? തുല്യരാണെന്ന് പറയും. എന്തുകൊണ്ട് പറയും? ക്രിസ്ത്യാനി പഠിപ്പിച്ചത് കൊണ്ട് പറയും. അതാണ് മിഷണറി പ്രവർത്തനം. നമ്മൾ പറയില്ലേ, എന്തിനാണ് സ്കൂളുകൾ നടത്തുന്നത്? ക്രിസ്ത്യാനികൾ സ്കൂളുകൾ നടത്തുമ്പോൾ അവിടെ കടന്നു വരുന്ന വ്യക്തികൾക്ക്, കുട്ടികളുടെ ഉള്ളിൽ ഈ ഒരു സത്യം, ദൈവരാജ്യത്തിന്റെ സത്യം അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ മിഷണറിമാർ സുവിശേഷ വേല ചെയ്തതിന്റെ ഫലമാണ് ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ ഒരു ദളിത സ്ത്രീ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇരിക്കില്ല. സനാതന ധർമ്മം അനുസരിച്ച്, ജാതി വ്യവസ്ഥ അനുസരിച്ച് ഇവിടെയുള്ള ആൾക്കാർ ഭരിക്കുകയാണെങ്കിൽ ഒരു ദളിത് സ്ത്രീ പ്രസിഡന്റ് പദവിയിൽ കയറിയിരിക്കുമോ? ഇല്ല. പക്ഷെ അവരുടെ മനസാക്ഷിക്കുള്ളിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച കുട്ടികളായി വളർന്നു വന്നവരായതുകൊണ്ട് അവരുടെ മനസാക്ഷിക്കുള്ളിൽ അവരറിയാതെ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരറിയുന്നില്ല. അവർ പറയുന്നത് ക്രിസ്തുവിന്റെ രാജ്യമാണെന്ന്. അവർ പ്രഘോഷിക്കുന്നത് രാമരാജ്യമൊക്കെ ആയിരിക്കും. പക്ഷെ അവർ അറിയുന്നില്ല അവർ പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ രാജ്യമാണെന്ന്. അതുകൊണ്ടാണ് ഒരു ദളിത് പ്രസിഡന്റ് നമുക്കുണ്ടായത്. അത് നമ്മുടെ മിഷണറിമാർ ചെയ്ത മിഷണറി പ്രവർത്തനത്തിന്റെ വിലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ സമൂഹത്തിൽ അവരറിഞ്ഞും അറിയാതെയും അവരുടെ മനസാക്ഷിക്ക് ഉള്ളിലുള്ള
സത്യങ്ങളെ, സനാതന സത്യങ്ങളെ, സനാതന ധർമ്മം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ സനാതന ധർമ്മത്തിന്റെ അർത്ഥം? എന്താ അർത്ഥം? സനാതന ധർമ്മം എന്നൊരു ധർമ്മം ഉണ്ടോ? 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 സനാതന ധർമ്മം എന്ന് പറഞ്ഞ അർത്ഥം ഒരിക്കലും മാറ്റപ്പെടാത്ത നിയമം, ധർമ്മം. അതിന് പറയുന്ന വരെ സനാതന സത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത്, അത് ക്രിസ്തുവാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല, അത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു സത്യമില്ല, ഇപ്പുറത്തേക്കും ഒരു സത്യമില്ല. അപ്പുറത്തേക്ക് സത്യമായ അതും പാപമാണ്, ഇപ്പുറത്തേക്കുള്ള സത്യവും പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കൊണ്ട് എത്രത്തോളം അവന്റെ ഉള്ളിലുള്ള സത്യത്തെ കൊണ്ടുവരാൻ പറ്റും? അത് യേശു പറഞ്ഞവരെ പറ്റിയ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മറ്റൊരു സംഭവം, ശബരിമലയിലേക്ക് സ്ത്രീകൾ, ആർത്തവമുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകാൻ പാടുമോ ഇല്ലയോ? പോകാൻ പാടില്ലയോ? പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമൊക്കെ എടുത്തു അല്ലേ? എന്താണ് സനാതന സത്യം? സനാതന സത്യം, രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഈശോ സ്പർശിച്ചു. ദൈവത്തിന് ഇത് അശുദ്ധമല്ല. AD 3-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അഗസ്തീനോസ് ദമാസ്കസ് മാർപ്പാപ്പയ്ക്ക് എഴുതി ചോദിച്ചു, ആർത്തവമുള്ള സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കണമോ? പാടില്ലേ? അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? ദമാസ്കസ് മാർപ്പാപ്പ എഴുതിയ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. ആർത്തവമുള്ള കാലഘട്ടത്തിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഈശോ സ്പർശിച്ചതുകൊണ്ട് അശുദ്ധി എന്ന ഭാഗത്ത്, പാപം എന്ന രീതിയിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ശ്രീകോവിലിനകത്തേക്ക് സ്ത്രീകൾ പ്രവേശിച്ച് നമ്മുടെ പള്ളികളിൽ ബൈബിൾ വായിക്കുന്നത്. സ്ത്രീകൾ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യത്തിന്റെ നിയമം. സ്ത്രീയും പുരുഷനും തുല്യരെന്ന് പറഞ്ഞ നിയമം അത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയുമോ? നമ്മുടെ ചിന്ത ഈ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ കുറെ നാനാ തരത്തിലുള്ള ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, നിയമങ്ങളുള്ള ഗോത്രങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഒരൊറ്റ നിയമത്തിന്റെ കീഴിലേക്ക് വരാൻ പറ്റില്ല എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പലപ്പോഴേ. അത് അവരുടെ ചിന്ത അങ്ങനെയാണ്, അവരവരെ ഒരുമിച്ച് പോട്ടെ എന്ന്. പക്ഷെ ക്രിസ്ത്യാനിറ്റി അതല്ല പഠിപ്പിക്കുന്നത്. ഏത് മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ധാർമ്മികതയുണ്ട്. അതിനെ പറയുന്നത് ധാർമ്മികത ഒരു സംഘാത്മകത എന്നാണ്. ഏത് ആഫ്രിക്കക്കാരനായിക്കൊള്ളട്ടെ, വെള്ളക്കാരനായിക്കൊള്ളട്ടെ, ഇന്ത്യക്കാരനായിക്കൊള്ളട്ടെ, ചൈനീസ്, ജപ്പാനീസ്, ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ഏതൊരു വ്യക്തിയുടെയും ഹൃദയഫലകങ്ങളിൽ ഒരേ ഒരു ധാർമ്മികത എഴുതിയിരിക്കുന്നു. അത് ദൈവം എഴുതി വച്ചിരിക്കുക. ദൈവമുണ്ട് എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നൊരു യുക്തിവാദി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഉത്തരമാണിത്, ധാർമ്മികത. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു റോബോട്ട്, ആ റോബോട്ടിന് നന്മയും തിന്മയും ഇല്ല. അത് എന്ത് ചെയ്യും? സ്വയം തീരുമാനിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സകലരെയും നശിപ്പിച്ച് സ്വന്തം ഇഷ്ടം മാത്രം നടക്കും. അത് തുരുമ്പ് പിടിച്ച് നശിക്കുമ്പോൾ നശിക്കും, അത്രേ ഉള്ളൂ. അതൊരാളിനെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലാന്ന് അതിന് തോന്നില്ല. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് ആരുടെ കടമയാ? മനുഷ്യന്റെ കടമയാ. അത് ആർക്കേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ? അത് ദൈവിക നിയമങ്ങളായതുകൊണ്ട് അത് പറഞ്ഞു തരാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഈ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതുവരെ നന്മയും തിന്മയും മനുഷ്യൻ തീരുമാനിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നു. അതിന് പറയുന്ന പേരാണ് നിയമങ്ങളെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2000 കൊല്ലം മുമ്പ് യേശു ക്രിസ്തു ഒരു പുരോഗമനമോ നവോത്ഥാനമോ ഇല്ലാത്ത മനുഷ്യരോട് പറഞ്ഞ നിയമങ്ങളാണ് ഇന്നും നമ്മുടെ നാട്ടിലെയും നവോത്ഥാനത്തിന്റെ അടിസ്ഥാനം. അതാണ് അടിസ്ഥാനം. മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും എവിടുന്ന ഈ നവോത്ഥാന ആശയങ്ങൾ കടന്നു വരുന്നത്.
അല്ലെ? പറയാറില്ലേ, നവോത്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സമൂഹം നവോത്ഥാനത്തിലേക്ക് കടന്നു വരണം. എന്ത് നവോത്ഥാനം? എന്ത് നവോത്ഥാനം? യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നുള്ള നവോത്ഥാനത്തിന് യഥാർത്ഥമായ അടിസ്ഥാനം. അതിനപ്പുറത്തേക്ക് എന്ത് നവോത്ഥാനം പറഞ്ഞാലും അത് പഴയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പൂർണ്ണതയാവില്ല. അത് പൂർണ്ണതയാവില്ല എന്നുള്ളത് ആര് മനസ്സിലാക്കണം? ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചാരം ചെയ്യരുത്, ശരിയോ തെറ്റോ? ശരി, വ്യഭിചാരം ചെയ്യാൻ പാടില്ല, പാപമാണ്. അപ്പൊ ഒരാൾ പറയാണ്, ബലാത്സംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പുരുഷന്മാർക്ക് ലൈംഗിക ദാഹം കൂടുതലാണ്. അവർക്കത് കിട്ടാൻ വേറെ വഴികളില്ല. അതുകൊണ്ട് വ്യഭിചാരം കൂടുന്നു, കുടുംബ ബന്ധങ്ങളിൽ പല വിള്ളലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, വ്യഭിചാരശാലകൾ അവിടെ ഇവിടെ സ്ഥാപിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗങ്ങൾ കുറയാൻ നല്ലതല്ലേ? മറ്റു പ്രശ്നങ്ങൾ മാറാൻ കുറെയൊക്കെ നല്ലതല്ലേ? വ്യഭിചാരശാലകൾ തുടങ്ങി കഴിഞ്ഞ് കുറെ പേർക്ക് പണിയും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനി എവിടെ നിൽക്കും? അതാ ചോദ്യം. എതിർക്കണം. എന്തുകൊണ്ട്? ഇത് ലൈംഗിക അരാജകത്തിലേക്ക് കൊണ്ടുപോകുമെന്നല്ലാതെ ഈ നിയമത്തിന് ഒരിക്കലും അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെ ലൈംഗികത ഒരു അത്യാവശ്യമായ കാര്യമല്ല. ആര് പറഞ്ഞു? ജന്മനാ ഷണ്ടന്മാരുണ്ട്, മനുഷ്യരെ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടന്മാരാക്കുന്നവരുണ്ട് എന്ന് പറയുന്നിടത്ത് ലൈംഗികത മനുഷ്യന്റെ അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഇത് ഈശോ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നാം നമ്മെ തന്നെ നിയന്ത്രിക്കുകയല്ലാതെ ശരിയാകുകയല്ലാതെ അപ്പുറത്തേക്ക് മറ്റൊരു നിയമമില്ലെന്ന് നമ്മളിത് മനസ്സിലാക്കണം. നിയമനിർമ്മാണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലയോ, അത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റൊരു ഉദാഹരണം, കേരളത്തിൽ അനേകം പേര് മദ്യപിക്കുകയാണ്. കുറെ പേര് ചാറായി അവിടെ നിന്ന് മാറ്റും. അപ്പോ ഇങ്ങനെ പൊട്ട മദ്യം കുടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് മദ്യ ഷാപ്പുകൾ കേരളത്തിൽ ഉടനീളം സ്ഥാപിക്കാം. അപ്പൊ കുടിക്കുന്നവര് നല്ല മദ്യം കുടിച്ചോട്ടെ. അപ്പൊ വാറ്റുചാരായം കുടിക്കുന്നതൊക്കെ കുറഞ്ഞ് മരണങ്ങളൊക്കെ ഇല്ലാതെയാവുമല്ലോ. ഏത് നിയമം നിർമ്മിക്കുമ്പോ കൂടുതൽ മദ്യഷാപ്പുകൾ തീരുമാനിക്കാൻ നിയമം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാ ശരി? മദ്യപാനം മാറാൻ ഏതാ ശരി? അതുകൊണ്ട് മദ്യപാനം കൂടുതൽ ചെയ്തുള്ളൂ, അല്ലേ? ഇതാണ് ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത് രഹസ്യമായൊരു വീട്ടില് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പള്ളിയുടെ അകത്ത് കുത്തിയിരിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് യേശുവിനെ കുരിശുമ തറച്ചു കൊന്നത്. യേശു ക്രിസ്തു ഓരോ പ്രമാണങ്ങളും ഇങ്ങനെ എടുത്ത് പൂർത്തീകരിക്കാൻ തുടങ്ങി. ഈ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താ? 1, പാപത്തിന്റെ ലംഘനം. 2, പാപത്തിന്റെ വിടുതൽ. 3, പൂർത്തീകരണം. 3 കാര്യം പറയാം. 3 ഒരു നിയമം. അങ്ങനെ നിയമവും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ ഓരോ നിയമങ്ങളും എടുത്ത് പിന്നെ കർത്താവ് പൂർത്തീകരിക്കാൻ തുടങ്ങാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-18 വചനം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഭയങ്കരമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്താ കാര്യം അറിയാമോ? നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് വിചാരിക്കരുത്, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മോശയുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അതുപോലെ വള്ളി പുള്ളി തെറ്റാതെ ജീവിക്കണം എന്ന് ആര് പറയും? നമ്മളോട് ആര് പറയും? ഡിബേറ്റ് ചെയ്യുമ്പോൾ ആര് പറയും? മുസ്ലിങ്ങൾ പറയും.
മുസ്ലിങ്ങളെ ഡിബേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം ഈ വചനം എടുക്കും. യേശു ക്രിസ്തു പരിച്ഛേദനം ചെയ്തു, നിങ്ങൾ പരിച്ഛേദനം ചെയ്തുവോ? അടുത്ത ചോദ്യം, യേശു ക്രിസ്തു പന്നിയിറച്ചി കഴിച്ചിട്ടില്ല, നിങ്ങൾ പന്നിയിറച്ചി കഴിച്ചുവോ? കാരണം എന്താ? മോശയുടെ നിയമങ്ങൾ അതുപോലെ യേശു ക്രിസ്തു പൂർത്തീകരിച്ചതോ പറഞ്ഞിരിക്കുക. അർത്ഥം എന്താന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് യുക്തിവാദികൾ കൊണ്ടുവരും. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ ചില തെറ്റായ അല്ലെങ്കിൽ നിയമങ്ങളെ കുറിച്ചൊരു തെറ്റായ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടുതരും. എന്നിട്ട് പറയും, ഇത് നിങ്ങൾ അനുസരിക്കുമോ? വളരെയധികം പ്രശ്നമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ കന്യകയാണല്ലയോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷിക്കാനായിട്ട് ദേവാലയത്തിൽ വന്ന് പുരോഹിതനെ കാണിച്ചു കൊടുക്കുന്നത്, പുരോഹിതന്റെ അടുത്ത് ഡയലോഗിങ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെള്ളം കൊടുക്കും, ഒരു പ്രാർത്ഥിച്ച വെള്ളം, പുരോഹിതൻ അത് ആ സ്ത്രീ കുടിക്കണം. അത് കുടിച്ചു കഴിഞ്ഞാൽ അവൾ തെറ്റുകാരി അല്ലെങ്കിൽ അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അവൾ പാപിയാണെങ്കിൽ രക്തം ഛർദ്ദിച്ച് മരിക്കും. അവര് യഹൂദ നിയമത്തിലുള്ള ഒരു സംഭവമാണ്. എന്തതിൻ്റെ അടിസ്ഥാന വിഷയം? ഇത് ഉള്ളിൽ കയറിയിരിക്കുന്ന യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ തെറ്റുകാരിയാണെങ്കിൽ പുരുഷൻ അവന്റെ ഭാര്യയെ കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവൾ തെറ്റുകാരിയാണെന്ന് ഭർത്താവ് പറയാണ്. അത് അടുത്തേക്ക് വരികയാണെങ്കിൽ ഈ ഈ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കും. അല്ല, മിഥുന സിനിമയിലൊരു രംഗമുണ്ട് അല്ലേ, ഇപ്പൊ തല പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന രംഗം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ രക്തം ഛർദ്ദിച്ചു മരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിരിക്കുന്ന സ്ത്രീ പാപിയാണെങ്കിൽ അത് ജന്മം ഉണ്ടെങ്കിൽ കുടിക്കില്ല. അപ്പൊ ആ വ്യക്തി തെറ്റുകാരിയാണെന്ന് വ്യക്തമായി തെളിഞ്ഞു. അല്ല, ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കുടിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഭർത്താവിന് വിശ്വാസമായി. ഇത്തരമുള്ള സൈക്കോളജിക്കലി അന്നത്തെ കാലത്ത് ഗോത്ര നിയമങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് യേശു ക്രിസ്തുവിന്റെ നിയമമാണ്, ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ എന്താണ് ഈ നിയമം പ്രവചനങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇത് ഈ രണ്ട് ആംഗിൾ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു നിയമത്തെയും പ്രവചനങ്ങളെയും പൂർത്തീകരിക്കുകയാണ് ചെയ്തത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ പ്രമാണം എടുക്കാൻ പോവാ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഈ പ്രമാണത്തിന് ലംഘനം എന്താണ്? ഒരു പ്രതിമയെ ഉണ്ടാക്കി ദൈവമാണെന്ന് പറഞ്ഞതിനെ ആരാധിക്കുന്നു. അതാണ് അതിന്റെ ലംഘനം. അതിന്റെ അനുസരണം എന്താണ്? ഈ നിയമത്തിന്റെ ഇതിൽ നിന്ന് വിടുതൽ എന്താണ്? ദൈവത്തെ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു, വേറെ ഒന്നിനെ ആരാധിക്കുന്നില്ല. എന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റു ദൈവം നിനക്കുണ്ടാകരുത്, അതിനെ അതുപോലെ പാലിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഇതിന്റെ പൂർത്തീകരണം എന്താണ്? ഇതാണ് യേശു ക്രിസ്തു കൊണ്ടുവന്നത് കേട്ടോ. യേശു ക്രിസ്തു കൊണ്ടുവന്നത് പൂർത്തീകരണമാണ്. എന്താണ് ഈ നിയമത്തിന്റെ പൂർത്തീകരണം? ഇതാണ് ദൈവവചനം ആരുടെ